കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകും. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും വീണ വ്യക്തമാക്കിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി നൽകിയ സമൻസിന്റെ അടിസ്ഥാനത്തിലാണ് വീണ വിജയൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. സ്വകാര്യ കരിമണൽ കമ്പനിയായ സിഎംആർഎല്ലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. നൽകാത്ത സേവനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നാണ് കേസ്. താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ബിസിനസ് ഇടപാടുകൾ മാത്രമാണ് നടന്നതെന്നാണ് വീണ വിജയൻ ആവർത്തിക്കുന്നത്. ഇഡിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ ആവശ്യമായ രേഖകൾ കൈവശമുണ്ടെന്നും അവർ അറിയിച്ചു. ഈ കേസിൽ സിഎംആർഎൽ ഉദ്യോഗസ്ഥരെയും എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെയാണ് സിഎംആർഎല്ലിന്റെ MD ശശിധരൻ കർത്തയുടെ മകളെ ചോദ്യം ചെയ്തത്. പിന്നീട് ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്തു. ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയും മകൻ ശരണസ് കർത്തയും കഴിഞ്ഞ ദിവസം ഇഡി ഓഫീസിൽ ഹാജരായി. രാവിലെ 11:30യോടെയാണ് ഇരുവരും ചോദ്യം ചെയ്യലിന് എത്തിയത്. കർത്തയുടെ മകളും സിഎംആർഎല്ലിന്റെ സഹോദര സ്ഥാപനമായ നിപുണ ഇന്റർനാഷണൽ ഡയറക്ടറുമായ ഷൈബി എസ് കർത്തയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിനു പിന്നാലെയാണ് അമ്മയെയും സഹോദരനെയും ചോദ്യം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നേതൃത്വം നൽകുന്ന എക്സാലോജിക് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന് ചെയ്യാത്ത സേവനത്തിന് സിഎംആർഎൽ പണം നൽകിയതിലാണ് അന്വേഷണം. സമാനമായ രീതിയിൽ നിപുണ ഇന്റർനാഷണലിനും സിഎംആർഎൽ പണം നൽകിയതായി SFIO കണ്ടെത്തിയിരുന്നു. ഈ ഇടപാടുകളെ പറ്റിയാണ് ഇഡി ഷൈബിയിൽ നിന്ന് വിവരങ്ങൾ തേടിയത്. സിഎംആർഎല്ലുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യലും എന്തായാലും ഇന്നാണ് വീണയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാന കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയും. അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും എന്ന് തന്നെയാണ് വീണ വിജയൻ പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പ്രധാനമായും ഇവിടെ ചോദിച്ചറിയും. നൽകാത്ത സേവനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നാണ് കേസ്. അതേസമയം താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വീണ വിജയൻ ആവർത്തിക്കുന്നത്.